നമസ്കാരം, ഷെക്കന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാന് നേരെ തുടർച്ചയായി 11 ദിവസമായി നടത്തിവന്ന ശക്തമായ വ്യോമാക്രമണങ്ങൾ വിജയകരമായി പൂർത്തിയാക്കിയതായി അമേരിക്കൻ സൈന്യം അറിയിച്ചു. ഹോർമൂസ് കടലിടുക്കിലെ അന്താരാഷ്ട്ര ചരക്ക് കപ്പലുകൾക്ക് ഭീഷണിയാകുന്ന ഇറാന്റെ സൈനിക കേന്ദ്രങ്ങളും ശേഷികളും പൂർണ്ണമായി തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ആക്രമണങ്ങൾ നടത്തിയത്. US സെൻട്രൽ കമാൻഡ് പുറത്തുവിട്ട പ്രസ്താവന പ്രകാരം ഇറാന്റെ സൈനിക ഓപ്പറേഷൻ സെന്ററുകൾ, ഡ്രോൺ സംഭരണ കേന്ദ്രങ്ങൾ, എയർക്രാഫ്റ്റ് ഹാങ്ങറുകൾ, നാവികത്താവളങ്ങൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ഏറ്റവും പുതിയ പ്രത്യാക്രമണങ്ങൾ. ഹോർമൂസ് കടലിടുക്കിലൂടെ കടന്നുപോയ 30ലധികം ചരക്ക് കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് US ഈ നടപടി ഘടിപ്പിച്ചത്. കടൽപാതയിലെ ഗതാഗത സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തുന്ന ഇറാൻ നീക്കങ്ങൾക്കെതിരെ ശക്തമായി നിലകൊള്ളുമെന്ന് അമേരിക്ക ആവർത്തിച്ചു. ആക്രമണങ്ങൾ തൽക്കാലം പൂർത്തിയായെങ്കിലും തങ്ങൾ പൂർണ്ണമായും പിന്മാറിയിട്ടില്ലെന്നും ആവശ്യമെങ്കിൽ കൂടുതൽ കടുത്ത സൈനിക നടപടിയിലേക്ക് കടക്കുമെന്നും US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. അമേരിക്കയിലെ കാലിഫോർണിയയിലുണ്ടായ ദാരുണമായ വാഹനാപകടത്തിൽ ഹൈദരാബാദ് സ്വദേശികളായ ഒരു കുടുംബത്തിലെ അമ്മയും 2 മക്കളും കൊല്ലപ്പെടുകയും 2 പേർക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തു. ഹൈദരാബാദ് സൈദാബാദ് സ്വദേശിനിയായ നാസിയ സൽമ, മകൾ നേഹ, മകൻ ഒമർ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. കുടുംബം സഞ്ചരിച്ചിരുന്ന കാർ മറ്റൊരു വാഹനവുമായി കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത്. ഇടിയുടെ ആഘാതത്തിൽ നാസിയയും 2 മക്കളും സംഭവസ്ഥലത്ത് തന്നെ മരണപ്പെടുകയായിരുന്നു. അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ നാസിയയുടെ ഭർത്താവ് ഷെയ്ഖ് അബ്ദുൾ നവീദും ഇളയ മകൾ ഖദീജയും കാലിഫോർണിയയിലെ പ്രാദേശിക ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ്. അമേരിക്കയിലെ പോലീസാണ് ഹൈദരാബാദിലുള്ള ബന്ധുക്കളെ ഫോൺ വഴി ദുരന്ത വിവരം അറിയിച്ചത്. പരിക്കേറ്റവരെ പരിചരിക്കുന്നതിനും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കുന്നതിനുമായി അടിയന്തര വിസ സൗകര്യമൊരുക്കണമെന്ന് ആവശ്യപ്പെട്ട് കുടുംബം കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയത്തെ സമീപിച്ചിട്ടുണ്ട്. സംഭവത്തിൽ കാലിഫോർണിയ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചിലിയെ ഗ്രസിച്ച കനത്ത പ്രളയത്തിലും മഴക്കെടുതിയിലും 13 പേർ കൊല്ലപ്പെടുകയും 7 പേരെ കാണാതാവുകയും ചെയ്തതായി ഭരണകൂടം സ്ഥിരീകരിച്ചു. പ്രളയബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം തുടരുമ്പോഴും രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളും ഗതാഗത വൈദ്യുതി തടസ്സങ്ങളും രൂക്ഷമായി തുടരുകയാണ്. മധ്യ ചിലി മുതൽ തെക്കൻ മേഖല വരെ പെയ്തിറങ്ങിയ കനത്ത മഴയെ തുടർന്ന് വൻ പ്രളയവും ഉരുൾപൊട്ടലുമാണ് അനുഭവപ്പെടുന്നത്. ഇതിനോടകം 2000-ലധികം ആളുകളെ സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റിപ്പാർപ്പിച്ചു. കനത്ത മഴയിൽ നദികളും അരുവികളും കരകവിഞ്ഞൊഴുകുന്നതിനാൽ ഇനിയും ജലനിരപ്പ് ഉയരുവാൻ സാധ്യതയുണ്ടെന്ന് ദുരന്ത നിവാരണ ഏജൻസി മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ദുരന്തമുഖത്ത് വൈദ്യുതി പുനഃസ്ഥാപിക്കുവാൻ വൈകുന്ന വിതരണ കമ്പനികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. കനത്ത നാശനഷ്ടത്തെ തുടർന്ന് നിരവധി മേഖലകളിൽ സ്കൂളുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ചിലിയുടെ സാമ്പത്തിക മേഖലയുടെ പ്രധാന സ്രോതസ്സായ ഖനന പ്രവർത്തനങ്ങളെയും മോശം കാലാവസ്ഥ ഭാഗികമായി ബാധിച്ചിട്ടുണ്ട്. ഇസ്രായേൽ സൈന്യം പിന്മാറിയതിനെ തുടർന്ന് തെക്കൻ ലബനനിലെ സൈനിക നിയന്ത്രിത മേഖലകളിൽ ലബനീസ് സൈന്യം വിന്യാസം ആരംഭിച്ചതായി മുതിർന്ന സുരക്ഷാ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒപ്പുവെച്ച സുരക്ഷാ കരാറിന്റെ ആദ്യഘട്ടമായി അതിർത്തി ഗ്രാമമായ സൗത്താർ അൽ ഖർബിയയിലാണ് ലബനീസ് സൈന്യം പ്രവേശിച്ചത്. ഇസ്രായേൽ പിന്മാറുന്ന മേഖലകളിൽ നിന്ന് ഹിസ്ബുള്ളയുടെ ആയുധങ്ങളും സൈനിക താവളങ്ങളും നീക്കം ചെയ്യുകയും പ്രദേശത്തിന്റെ പൂർണ്ണ സുരക്ഷ ലബനീസ് സൈന്യം ഏറ്റെടുക്കുകയുമാണ് US പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിന്റെ ഭാഗമായി ഫ്രോൺ, സരിഫ തുടങ്ങിയ മേഖലകളിലേക്കും സൈനിക വിന്യാസം വ്യാപിപ്പിക്കും. തുടർച്ചയായ ഏറ്റുമുട്ടലുകൾക്ക് ശേഷം ഇതാദ്യമായാണ് ലബനൻ അതിർത്തി പ്രദേശങ്ങളിൽ ഔദ്യോഗിക ഭരണകൂടം തങ്ങളുടെ സ്വാധീനം വീണ്ടെടുക്കുവാൻ ശ്രമിക്കുന്നത്. എന്നാൽ സൈനിക വിന്യാസം നടക്കുന്നതിനിടെ സമീപ പ്രദേശങ്ങളിൽ ഇസ്രായേൽ വെടിവെപ്പും വ്യോമാക്രമണങ്ങളും നടത്തിയതായി ലബനീസ് സൈന്യം ആരോപിച്ചു. പ്രദേശത്ത് അവശേഷിക്കുന്ന സ്ഫോടക വസ്തുക്കൾ നിർവീര്യമാക്കുന്ന പ്രവർത്തനം പൂർത്തിയാകുന്നതുവരെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചെത്തരുതെന്ന് അധികൃതർ നാട്ടുകാർക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിർത്തിയിലെ പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിനായി ലബനൻ പ്രസിഡന്റ് ജോസഫ് ഔൺസ് നിലവിൽ വാഷിംഗ്ടണിൽ ക്യാമ്പ് ചെയ്യുകയാണ്. ഇറാനുമായുള്ള പ്രതിസന്ധി പരിഹരിക്കുവാൻ അമേരിക്ക ഇപ്പോഴും ചർച്ചകൾക്ക് തയ്യാറാണെന്ന് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. എന്നാൽ സമാധാന ചർച്ചകളിൽ ഇറാൻ ആത്മാർത്ഥത കാണിക്കുന്നില്ലെന്നും നയതന്ത്ര ചർച്ചകളോട് സഹകരിച്ചില്ലെങ്കിൽ സ്വന്തം താൽപര്യങ്ങളും സഖ്യകക്ഷികളെയും സംരക്ഷിക്കുവാൻ ശക്തമായ നടപടികളിലേക്ക് കടക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഫിലിപ്പീൻസിലെ മനിലയിൽ നടന്ന തെക്ക് കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളുടെ കൂട്ടായ്മയായ ആസിയാൻ ഉച്ചകോടിയിലാണ് മാർക്കോ റൂബിയോ അമേരിക്കയുടെ നയം വ്യക്തമാക്കിയത്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾക്ക് പരിഹാരം കാണുവാൻ സമാധാനപരമായ നയതന്ത്ര ചർച്ചകൾക്ക് വാതിൽ തുറന്നിട്ടിരിക്കുകയാണ്. ഇറാന്റെ നിലപാടുകൾ അതിന് തടസ്സമാകുന്നുവെന്ന് അദ്ദേഹം ആരോപിച്ചു. ചെങ്കടലിലും ഹോർമൂസ് കടലിടുക്കിലും ചരക്ക് കപ്പലുകൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങൾ ആഗോള എണ്ണ വിതരണത്തെയും വ്യാപാരത്തെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കപ്പൽ പാതകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുവാൻ ഇറാന് അനുവാദം നൽകില്ലെന്നും അന്താരാഷ്ട്ര സമാധാനം ഉറപ്പാക്കുവാൻ ആവശ്യമായ നീക്കങ്ങൾ തുടരുമെന്നും US വ്യക്തമാക്കുന്നുണ്ട്. ഇറാന് എതിരെയുള്ള യുദ്ധത്തിനായി അമേരിക്ക ഇതുവരെ $3750 കോടി ചെലവഴിച്ചതായി പെന്റഗൺ US കോൺഗ്രസിനെ അറിയിച്ചു. യുദ്ധച്ചെലവുകൾ നേരിടുന്നതിനായി പ്രതിരോധ മന്ത്രാലയം അടിയന്തരമായി കൂടുതൽ ഫണ്ട് ആവശ്യപ്പെട്ടതിനെ തുടർന്ന് സെനറ്റിൽ ഭരണപ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ തർക്കമാണ് ഉടലെടുത്തത്. സെനറ്റ് അപ്രോപ്രിയേഷൻസ് കമ്മിറ്റിക്ക് മുൻപാകെ ഹാജരായ US പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്താണ് യുദ്ധച്ചെലവിന്റെ പുതിയ കണക്കുകൾ പുറത്തുവിട്ടത്. സെപ്റ്റംബർ 30 വരെയുള്ള പ്രതീക്ഷിക്കുന്ന ചെലവുകൾ ഉൾപ്പെടെയുള്ള ഈ തുക അനുവദിച്ചില്ലെങ്കിൽ സൈനികരുടെ ശമ്പളത്തെയും പരീക്ഷണങ്ങളെയും പ്രവർത്തനങ്ങളെയും സാരമായി ബാധിക്കുമെന്നും അദ്ദേഹം
മുന്നറിയിപ്പ് നൽകി. എന്നാൽ പെന്റഗണിന്റെ കൈവശം മുൻവർഷങ്ങളിലെ ഫണ്ട് ബാക്കിയുണ്ടായിട്ടും വീണ്ടും കോടിക്കണക്കിന് ഡോളർ ആവശ്യപ്പെടുന്നത് ആസൂത്രണമില്ലായ്മയാണെന്ന് ഡെമോക്രാറ്റ് അംഗങ്ങൾ കുറ്റപ്പെടുത്തി. യുദ്ധത്തിൽ ഇതുവരെ 17 അമേരിക്കൻ സൈനികർ കൊല്ലപ്പെടുകയും 430ഓളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ട്രംപ് ഭരണകൂടം യുദ്ധം നീട്ടിക്കൊണ്ടുപോവുകയാണെന്നും പ്രതിപക്ഷം ആരോപിച്ചു. UAE-യിലെ ഇന്ത്യൻ എംബസിയും കോൺസുലേറ്റും നേരിട്ട് പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ അപേക്ഷകൾ സ്വീകരിക്കുന്നത് നിർത്തിവച്ചു. അൽ ഹിന്ദ് ഗ്ലോബലിന്റെ 16 കേന്ദ്രങ്ങൾ പ്രവർത്തനം ആരംഭിക്കുന്നതോടെ ഇനി മുതൽ ഇവർ വഴിയാണ് അപേക്ഷകൾ സ്വീകരിക്കുക. പാസ്പോർട്ട്, വിസ അറ്റസ്റ്റേഷൻ സേവനങ്ങൾക്കായി അപ്പോയിന്റ്മെന്റ് എടുക്കുവാൻ കോൺസുലാർ സേവ ഇൻ UAE.com എന്ന പുതിയ വെബ്സൈറ്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ദിവസവും രാവിലെ 9 മണിക്കും രാത്രി 9 മണിക്കും വെബ്സൈറ്റ് വഴി അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യാം. UAE-യുടെ വിവിധ എമിറേറ്റുകളിലായി സജ്ജീകരിച്ചിരിക്കുന്ന 16 അൽ ഹിന്ദ് കേന്ദ്രങ്ങളിൽ രാവിലെ 8 മുതൽ വൈകുന്നേരം 6 വരെയാണ് അപേക്ഷ സമർപ്പിക്കുവാൻ സാധിക്കുക. ടെൻഡർ നടപടികളുമായി ബന്ധപ്പെട്ട നിയമ തർക്കങ്ങൾക്ക് പിന്നാലെ സേവനങ്ങൾ തടസ്സപ്പെടാതിരിക്കുവാൻ പുതിയ ഏജൻസിയെ ചുമതലപ്പെടുത്തുവാൻ സുപ്രീം കോടതി നിർദ്ദേശിച്ചതോടെയാണ് അൽ ഹിന്ദ് കേന്ദ്രങ്ങൾ പ്രവർത്തനം തുടങ്ങുന്നത്. പ്രവാസി ഭാരതീയർക്ക് അടിയന്തര പാസ്പോർട്ട്, നവജാത ശിശുക്കളുടെ കേസ്, എമർജൻസി സർട്ടിഫിക്കറ്റ്, 60 വയസ്സിന് മുകളിലുള്ള മുതിർന്ന പൗരന്മാർക്കുള്ള സേവനങ്ങൾ എന്നിവയ്ക്ക് വാക്ക് ഇൻ സൗകര്യവും ഈ കേന്ദ്രങ്ങളിൽ ലഭ്യമായിരിക്കും. ക്യൂബൻ ജനതയ്ക്ക് സഹായമെത്തിക്കുവാനായി വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രഖ്യാപിച്ച $10 കോടി സഹായ പദ്ധതിയിലെ ആദ്യ മാനുഷിക ആശ്വാസ വിമാനം മയാമിയിൽ നിന്ന് പുറപ്പെട്ടു. ക്യൂബൻ സർക്കാരിനെ ഒഴിവാക്കി കത്തോലിക്ക സഭാ സംഘടനയായ കാത്തലിക് റിലീഫ് സർവീസസ് വഴിയാണ് അമേരിക്ക നേരിട്ട് ജനങ്ങളിലേക്ക് ഈ സഹായം എത്തിക്കുന്നത്. മയാമി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെട്ട ആദ്യ വിമാനത്തിൽ 700ഓളം കുടുംബങ്ങൾക്കുള്ള ഭക്ഷ്യവസ്തുക്കളും ശുചിത്വ കിറ്റുകളുമാണ് അയച്ചിട്ടുള്ളത്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയും ഇന്ധനക്ഷാമവും നേരിടുന്ന ക്യൂബയിൽ സർക്കാർ ഇടപെടലുകളോ തടസ്സങ്ങളോ ഇല്ലാതെ പ്രാദേശിക ദേവാലയങ്ങൾ വഴിയാണ് സഹായ വിതരണം പൂർത്തിയാക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന് മേൽ ഉപരോധങ്ങളും സാമ്പത്തിക സമ്മർദ്ദവും ശക്തമാകുമ്പോഴും അവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് തങ്ങളുടെ സഹായം ഉറപ്പാക്കുകയാണ് US ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ $60 ദശലക്ഷം സഹായമാണ് നൽകുന്നത്. അതേസമയം അമേരിക്കയുടെ ഉപരോധ ഭീഷണികൾക്കിടയിൽ ഈ സഹായ നീക്കത്തോട് ക്യൂബൻ ഭരണകൂടം ജാഗ്രതയോടെയാണ് പ്രതികരിച്ചിട്ടുള്ളത്. വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള ജനറിക് മരുന്നുകളുടെ ഇറക്കുമതിക്ക് 200% വരെ നികുതി ഏർപ്പെടുത്തുമെന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനം ഇന്ത്യൻ ഔഷധ മേഖലയ്ക്ക് കനത്ത തിരിച്ചടിയാകുന്നു. US വിപണി ലക്ഷ്യമിടുന്ന ഇന്ത്യൻ ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളുടെ ലാഭത്തെയും കയറ്റുമതിയെയും ഈ നിർദ്ദേശം രൂക്ഷമായി ബാധിക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അമേരിക്കയിൽ ആഭ്യന്തര ഔഷധ ഉൽപാദനം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെയും വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കുന്നത് കുറയ്ക്കുന്നതിന്റെയും ഭാഗമായാണ് ട്രംപ് ഭരണകൂടം ഉയർന്ന തീരുവ പ്രഖ്യാപിച്ചത്. US വിപണിയിൽ ഉപയോഗിക്കുന്ന ജനറിക് മരുന്നുകളിൽ വലിയൊരു പങ്കും വിതരണം ചെയ്യുന്നത് ഇന്ത്യൻ കമ്പനികളായതിനാൽ ഈ തീരുമാനം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വൻ ആഘാതമുണ്ടാകും. ഇറക്കുമതി തീരുവ ഗണ്യമായി ഉയർത്തുന്നത് അമേരിക്കൻ വിപണിയിൽ മരുന്നുവില വർദ്ധിക്കുവാൻ ഇടയാക്കുമെന്ന ആശങ്കയും ഉയർന്നിട്ടുണ്ട്. പുതിയ തീരുമാനത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയവും ഫാർമസ്യൂട്ടിക്കൽ കയറ്റുമതി പ്രൊമോഷൻ കൌൺസിലും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്. സൗദി അറേബ്യയുമായുള്ള നിർണായകമായ ചരിത്രപരമായ സിവിലിയൻ ആണവ കരാറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അംഗീകാരം നൽകി. പശ്ചിമേഷ്യയിൽ സംഘർഷം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന പശ്ചാത്തലത്തിൽ ഒപ്പുവെച്ച ഈ കരാർ മേഖലയിലെ ഭൗമരാഷ്ട്രീയ സമവാക്യങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിതെളിയും. സൗദി അറേബ്യയിൽ ആണവോർജ്ജ നിലയങ്ങൾ നിർമ്മിക്കുന്നതിനും സാങ്കേതികവിദ്യ കൈമാറുന്നതിനുമാണ് ഈ ചരിത്ര കരാറിലൂടെ അമേരിക്ക വഴിയൊരുക്കുന്നത്. കരാർ പ്രകാരം യുറേനിയം സമ്പുഷ്ടീകരണത്തിനുള്ള അനുമതി സൗദിക്ക് ലഭിക്കുമെങ്കിലും അത് പൂർണ്ണമായും സമാധാനപരമായ ആവശ്യങ്ങൾക്ക് മാത്രമായിരിക്കുമെന്ന് US ഭരണകൂടം വ്യക്തമാക്കിയിട്ടുണ്ട്. മേഖലയിൽ ഇറാന്റെ സ്വാധീനം ശക്തമാകുന്നതിനിടയിൽ സൗദിയുമായുള്ള പങ്കാളിത്തം ഉറപ്പാക്കുവാൻ ഈ നീക്കം സഹായിക്കുമെന്ന് വാഷിംഗ്ടൺ വിലയിരുത്തുന്നു. എന്നാൽ കരാറിനെതിരെ അമേരിക്കൻ കോൺഗ്രസിലെ ചില ജനപ്രതിനിധികളും ഇസ്രായേലും സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയിട്ടുണ്ട്. ഇറാനിലെ ചില സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തുന്ന ആക്രമണങ്ങൾക്കായി ബ്രിട്ടീഷ് വ്യോമസേന താവളങ്ങൾ ഉപയോഗിക്കുവാൻ UK പ്രധാനമന്ത്രി ആന്റി ബേണം അനുമതി നൽകി. ഇറാന്റെ ബലിസ്റ്റിക് മിസൈൽ സങ്കേതങ്ങൾ തകർക്കുന്നതിനും സഖ്യകക്ഷികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമുള്ള പരിമിതമായ സൈനിക നീക്കങ്ങൾക്ക് മാത്രമാണ് ഈ അനുമതിയെന്ന് UK വ്യക്തമാകുന്നു. സൈപ്രസിലെ ആക്രോത്തിരി ഉൾപ്പെടെയുള്ള UK ബ്രിട്ടീഷ് സൈനിക താവളങ്ങൾ US പോർ വിമാനങ്ങൾക്ക് ഉപയോഗിക്കുവാൻ അനുവാദം നൽകിയതായി പ്രധാനമന്ത്രി പാർലമെന്റിൽ സ്ഥിരീകരിച്ചു. പശ്ചിമേഷ്യയിൽ അന്താരാഷ്ട്ര സമുദ്രപാതകളുടെ സുരക്ഷ ഉറപ്പാക്കുവാനും ഗൾഫ് മേഖലയിലെ രാഷ്ട്രങ്ങളെ ഇറാന്റെ ആക്രമണങ്ങളിൽ നിന്ന് സംരക്ഷിക്കുവാനുമാണ് ഈ തീരുമാനമെന്ന് ലണ്ടൻ വ്യക്തമാക്കി. എന്നാൽ പൂർണ്ണതോതിലുള്ള യുദ്ധത്തിൽ UK പങ്കാളിയാകില്ലെന്നും പ്രതിരോധ സ്വഭാവമുള്ള നീക്കങ്ങൾക്ക് മാത്രമേ ബ്രിട്ടീഷ് മണ്ണ് ഉപയോഗിക്കുവാൻ അനുവദിക്കൂ എന്നും പ്രതിരോധ മന്ത്രാലയം കൂട്ടിച്ചേർത്തു. അതേസമയം ബ്രിട്ടന്റെ ഈ തീരുമാനത്തിനെതിരെ പ്രതിപക്ഷ കക്ഷികളിൽ നിന്നും സമാധാന സംഘടനകളിൽ നിന്നും ശക്തമായ എതിർപ്പാണ് രാജ്യത്ത് ഉയരുന്നത്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും അത്യാധുനിക സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ച് അന്താരാഷ്ട്ര ക്രിമിനൽ സംഘങ്ങൾ ഏഷ്യ കേന്ദ്രീകരിച്ച് പ്രവർത്തനം വിപുലീകരിക്കുന്നതായി ഐക്യരാഷ്ട്രസഭയുടെ ഞെട്ടിക്കുന്ന റിപ്പോർട്ട്. ജനറേറ്റീവ് AI, ഡീപ് ഫേക്ക് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് നടത്തുന്ന ഓൺലൈൻ തട്ടിപ്പുകളിലൂടെ മാത്രം കഴിഞ്ഞ വർഷം ശതകോടിക്കണക്കിന് ഡോളറിന്റെ സാമ്പത്തിക നഷ്ടമുണ്ടായതായി ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കുന്നു. UN ഓഫീസ് ഓൺ ഡ്രഗ്സ് ആൻഡ് ക്രൈം പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം തെക്ക് കിഴക്കൻ ഏഷ്യയിൽ കേന്ദ്രീകരിച്ചിരുന്ന അന്താരാഷ്ട്ര കുറ്റകൃത്യ ശൃംഖലകൾ വ്യാജ ആപ്ലിക്കേഷനുകൾ, വോയിസ് ക്ലോണിംഗ്, എൻക്രിപ്റ്റഡ് കമ്മ്യൂണിക്കേഷൻ ആപ്പുകൾ എന്നിവ ഉപയോഗിച്ച് ആഗോളതലത്തിൽ
തലത്തിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിച്ചിരിക്കുകയാണ്. തത്സമയ ഡീപ് ഫേക്ക് വീഡിയോകളും കൃത്രിമ ശബ്ദങ്ങളും ഉപയോഗിച്ച് വ്യക്തികളെയും സ്ഥാപനങ്ങളെയും വഞ്ചിച്ചാണ് തട്ടിപ്പുകാർ കോടിക്കണക്കിന് ഡോളർ തട്ടിയെടുക്കുന്നത്. ഓൺലൈൻ ഗെയിമിംഗ്, ഡാർക്ക് വെബ്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ എന്നിവ വഴി കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള ലൈംഗിക ചൂഷണവും ബ്ലാക്ക് മെയിലിംഗ് കുത്തനെ ഉയർന്നതായി UN റിപ്പോർട്ട് മുന്നറിയിപ്പ് നൽകുന്നു. ഡിജിറ്റൽ കുറ്റകൃത്യങ്ങൾക്ക് പുറമെ മയക്കുമരുന്ന് കടത്ത്, അനധികൃത ആയുധ വ്യാപാരം, കള്ളപ്പണം വെളുപ്പിക്കൽ എന്നിവയ്ക്കും അത്യാധുനിക സാങ്കേതികവിദ്യ വലിയ തോതിൽ ദുരുപയോഗം ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ശക്തമായ അന്താരാഷ്ട്ര നിയമ നടപടികൾ ആവശ്യമാണെന്ന് അധികൃതർ ചൂണ്ടിക്കാണിക്കുന്നു. വേൾഡ് ടുഡേ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.